നമ്മളിന്ന് പറയുന്നത് ഒരു സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് 2024 ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31 വരെയാണ്. പക്ഷേ ഡേറ്റ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. നിങ്ങൾ ലാസ്റ്റ് എവിടെയാണോ അഡ്മിഷൻ എടുക്കുന്നത് അവിടെ ചെന്നിട്ട് സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒക്ടോബർ 31 കഴിഞ്ഞിട്ടൊക്കെയാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ സമയത്ത് വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കുക. ചിലപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ +2 കഴിഞ്ഞിട്ട് UG ലെവലിലുള്ള അഡ്മിഷൻ എടുക്കുന്ന ഡിഗ്രി ആണെങ്കിലും BTech ആണെങ്കിലും ഒക്കെ ഉള്ളവർക്ക് കൊടുക്കാം. പക്ഷേ ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഡിപ്ലോമക്കാർക്കുള്ള വേറെ സ്കോളർഷിപ്പുകളുണ്ട്. പിന്നെ നമ്മൾ PG ലെവലിലുള്ളവർക്കും ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് PG എടുത്തേക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കും ഈ ഒരു സ്കോളർഷിപ്പിന് കൊടുക്കാം. അപ്പോൾ UG ലെവലിലാകുമ്പോൾ 10,000 രൂപയാണ് സ്കോളർഷിപ്പ്. PG ലെവലിലാകുമ്പോൾ നമുക്ക് 20,000 രൂപ പെർ ഇയർ ആണ് സ്കോളർഷിപ്പ് കിട്ടുന്നത്. ഓക്കെ, ഇനി 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുള്ളവർക്കും കൊടുക്കാം. അപ്പോൾ അവർക്ക് ആദ്യത്തെ UG ലെവലായിട്ടുള്ള 1, 2 ആ ഒരു ഇയറിൽ അവർക്ക് 10,000 രൂപയും ബാക്കി 4ാമത്തെ വർഷവും 5ാമത്തെ വർഷവും അവർക്ക് 20,000 രൂപയും സ്കോളർഷിപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് scholarship.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇത് വർഷങ്ങളായിട്ട് കൊടുത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിന് നമ്മൾ scholarship.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഒരു വർഷം ഏകദേശം 82,000 കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. 50% പെൺകുട്ടികൾക്കും 50% ആൺകുട്ടികൾക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിഗ്രി പഠിക്കുന്നവരാണെങ്കിൽ, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ, അത് ഇപ്പോൾ 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി ആണെങ്കിലും അല്ലെങ്കിൽ 4 വർഷത്തെ BTech ഡിഗ്രി ആണെങ്കിലും നിങ്ങളുടെ നോക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് +2ൻ്റെ മാർക്കാണ്. 80% മാർക്ക് നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം, ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കേട്ടോ. ഇനി സ്കോളർഷിപ്പിൻ്റെ തുക നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബിരുദത്തിൻ്റെ ആദ്യ 3 വർഷത്തിൽ 10,000 രൂപയും 5 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആണെങ്കിൽ നമുക്ക് 5ാമത്തെയും 4ാമത്തെയും വർഷം നമ്മൾക്ക് 20,000 രൂപ. അതുപോലെ തന്നെ BTech ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് ബിരുദതലം വരെ നിങ്ങൾക്ക് ആ ഒരു സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി നമ്മൾ PG അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ സ്കോളർഷിപ്പ് എമൗണ്ട് 20,000 രൂപയാണ്. ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന താഴെ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് സ്കോളർഷിപ്പ് PG ലെവലിൽ കിട്ടുന്നത്. അത് 80% മാർക്ക് നേടിയിട്ടുണ്ടാവണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അത് UGക്കാർക്കും PGക്കാർക്കും ബാധകമാണ്. കുടുംബ വാർഷിക വരുമാനം 4.5 ലക്ഷത്തിൽ കൂടുതൽ കവിയാൻ പാടില്ല. വാർഷിക വരുമാനം 4.5 ലക്ഷം രൂപയായിരിക്കണം. 4 ലക്ഷം രൂപ വരെ ആവാം. അതിൽ കൂടുതൽ വാർഷിക വരുമാനം ഉള്ളവർക്ക് ഇത് എലിജിബിൾ അല്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു അംഗീകൃത കോഴ്സ്, ഈ പറയുന്ന പോലെ ഒരു അംഗീകൃത സ്ഥാപനത്തിലെ അംഗീകൃത കോഴ്സ് പഠിക്കുന്നവരായിരിക്കണം. മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50% പെൺകുട്ടികൾക്കായിട്ടാണ് സംവരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ 15% സ്കോളർഷിപ്പുകൾ SC വിഭാഗത്തിനും 75% സ്കോളർഷിപ്പുകൾ ST വിഭാഗത്തിനും 27% സ്കോളർഷിപ്പുകൾ OBC വിഭാഗത്തിനും അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിലും ഉള്ള 5% ഭിന്നശേഷി വിഭാഗത്തിനും ഇത് നീക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ 25 വയസ്സാണ് ഇതിൻ്റെ മാക്സിമം ഏജ്. 18-നും 25-നും വയസ്സുള്ള കുട്ടികളായിരിക്കണം ഈ സ്കോളർഷിപ്പ് എമൗണ്ട് കൊടുക്കുന്നത് എന്നുള്ളതുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. OBC SC ST കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും ഇത് കൊടുക്കാം കേട്ടോ. EWSൻ്റെ റിസർവേഷൻ ഉള്ളവർക്ക് ഇവിടെ പറയുന്നില്ല. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് OBCയും SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്മളുടെ രേഖകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒറിജിനൽ കോപ്പി, അത് PDF ആയിട്ട് അവിടെ അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതി ഏതാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അതുപോലെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് 5% റിസർവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഇത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്. പക്ഷേ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇതിലും നല്ല സ്കോളർഷിപ്പുകൾ എമൗണ്ട് കൂടുതൽ കിട്ടുന്ന 50,000 രൂപ വരെയൊക്കെ കിട്ടുന്ന സാക്ഷ്യം സ്കോളർഷിപ്പ് KICT കൊടുക്കുന്നതുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ BE BTech ഒക്കെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ആണെങ്കിൽ ആ സാക്ഷ്യം സ്കോളർഷിപ്പിന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട് എന്ന്, അത് നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അത് വാങ്ങേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു
അല്ലെങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ അത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് നോക്കാം കേട്ടോ. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പാണോ എന്നുള്ള കാര്യം. മിക്ക സ്കോളർഷിപ്പുകൾക്കും നമുക്ക് പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പുകൾക്കൊക്കെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. അത് നമ്മൾ നമ്മുടെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഓഫീസിൽ പോയി ചോദിച്ചാൽ മതി, അത് അവിടെ നിന്ന് തരും കേട്ടോ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 4 വർഷമുള്ള കോഴ്സാണെങ്കിൽ 4 വർഷം കിട്ടും, 3 വർഷമുള്ള കോഴ്സാണെങ്കിൽ സപ്ലി ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും കിട്ടും. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ വർഷവും നമ്മളിത് പുതുക്കി കൊടുക്കണം. ഇപ്പോൾ അപേക്ഷിച്ചു, അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമ്മളിത് പുതുക്കേണ്ട സമയമാകുമ്പോൾ പുതുക്കി കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. 75% അറ്റൻഡൻസ് ഉണ്ടാവണം പുതുക്കി കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾക്ക് തൊട്ട് മുമ്പുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ വർഷം പുതുക്കണം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ തൊട്ട് മുമ്പുള്ള വർഷത്തെ മാർക്ക് എന്ന് പറയുന്നത് ജയിച്ചാൽ മാത്രം പോരാ, 50% മാർക്ക് ഉണ്ടാവണം എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSPയുടെ പോർട്ടൽ വഴിയാണ് ഓൺലൈനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിനായിട്ട് എപ്പോഴും NSPയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് നമ്മൾ ഇതിനു മുമ്പ് നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ NSPയുടെ വെബ്സൈറ്റ് വഴി ഏതെങ്കിലും സ്കോളർഷിപ്പ് കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ലോഗിൻ ചെയ്യണം. അപ്പോൾ നമുക്കൊരു OTP കിട്ടും. അതുപയോഗിച്ചിട്ട് നമ്മുടെ പാസ്വേഡ് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ, നമ്മളിപ്പോൾ ബാക്കി മിക്ക അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു OTP വരും. ആ OTP നമ്മൾ വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ പാസ്വേഡ് മാറ്റുക. എന്നിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പാസ്വേഡ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് ചെല്ലാൻ പറ്റും. അവിടെ നിങ്ങളുടെ അപേക്ഷാ ഫോം ഏതാണെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാദമിക് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചോദിച്ചിട്ടുണ്ടാവും. അതെല്ലാം തന്നെ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ രേഖകൾ ചോദിക്കുന്നുണ്ട്, ലൈക്ക് ഇൻകം സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക കേട്ടോ. ഇനി പുതുക്കലിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട തീയതി ഒക്ടോബർ 31. വെബ്സൈറ്റ് ഇതാണ്, scholarship.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ചെല്ലാം കേട്ടോ. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഗൈഡ് ലൈൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഗൈഡ് ലൈനായിട്ട് കൊടുത്തേക്കണേ. അതുപോലെ അവിടെ കുറേ FAQs ഉണ്ടാവും. അത് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആവും. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇതാണ്, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ. ഓക്കെ, ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് ചെല്ലും. ഇതാണ് NSPയുടെ ഈ ഒരു പോർട്ടൽ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റുഡൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓഫീസ്, പബ്ലിക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇതിലാണ് കയറേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇതിലുണ്ട് കേട്ടോ. അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ലോഗിൻ പേജ് ഉണ്ട്. അല്ലാതെ ഫ്രഷ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ അത് അപ്ലൈ ഫോർ സ്കോളർഷിപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും. ട്രാക്ക് യുവർ പേയ്മെൻറ്റ്, അതായത് നമ്മളുടെ ഇത് വന്നോ എന്നുള്ളത് നമുക്ക് എന്തായാലും മെസ്സേജ് വരും, SMS വരും, അത് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലാണ്. നിങ്ങൾ ഏതെങ്കിലും അക്ഷയയെ പോയിട്ട് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പാടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സ്കോളർഷിപ്പ് ചെയ്യാനായിട്ട് അക്ഷയൊക്കെയാണ് ഏറ്റവും നല്ലത്. അവിടെ പോയിട്ട് ചെയ്യണതാണ്. പിന്നെ കുറേ സ്കോളർഷിപ്പുകൾ നമുക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കിയിട്ട് അത് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി എമൗണ്ട് കിട്ടുന്നത് മെറിറ്റ് കം മീൻസ് എന്ന് പറയുന്ന സ്കോളർഷിപ്പാണ് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. അതും അക്ഷയെ പോയി പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ ഗ്രൂപ്പിലും അതുപോലെ നിങ്ങളുടെ കോളേജിൻ്റെ വെബ്സൈറ്റിലും ഒക്കെ സ്കോളർഷിപ്പിനെയൊക്കെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, ഗ്രാൻസ് ഉണ്ട്. പിന്നെ ഗ്രാൻസ് കൊടുക്കാം. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പേ വാങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഒരു സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറയും. ഇനി ഇൻ കേസ് നിങ്ങൾ അറിയാതെ 2 അപേക്ഷിച്ച് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് 2 സാക്ഷനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണേ വാങ്ങാൻ പാടുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾ 2 സ്കോളർഷിപ്പൊക്കെ വാങ്ങുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ റിക്കവർ, അതായത് നമ്മൾ വാങ്ങിയതിൻ്റെ പലിശ അടക്കം നമ്മൾ അടക്കേണ്ടി വരും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ റവന്യൂ റിക്കവറി വരെ ഉണ്ടാകാം എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമ്മൾ
സ്കോളർഷിപ്പുകൾ എപ്പോഴും ഒരെണ്ണം വാങ്ങാൻ പാടുള്ളൂ. കാരണം വേറൊരു കുട്ടിക്കും അർഹതയുള്ള ഒരു കാരണം എല്ലാ സ്കോളർഷിപ്പുകളും ഇത്ര നമ്പർ ഓഫ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ സ്കോളർഷിപ്പും നമ്മൾ തന്നെ വാങ്ങിയാൽ അത് ശരിയാവില്ലല്ലോ. അർഹതയുള്ള എല്ലാവർക്കും കിട്ടണ്ടേ. സോ നമ്മൾ ഒരു സ്കോളർഷിപ്പുകൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ചില കോളേജുകൾ പറയും നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്താൽ മതി എന്ന് അവിടെ നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല സ്കോളർഷിപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് അത് കൊടുത്താലും മതിയാവും കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന സ്കോളർഷിപ്പ് എല്ലാ കാറ്റഗറിക്കും ഉണ്ട്. ലൈക്ക് ഒരു റിസർവേഷനും ഇല്ലാതെ നമ്മൾ പറയാറില്ല, ജനറൽ കാറ്റഗറിക്ക് ഒരു റിസർവേഷനും ഇല്ല, അവർക്ക് സ്കോളർഷിപ്പ് ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും സ്കോളർഷിപ്പുണ്ട്. വിദ്യാസമുന്നതി സ്കോളർഷിപ്പൊക്കെ പോലുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്യുന്ന ടൈം ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത് പറ്റുമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റ് ഒന്ന് നോക്കിയാൽ മതി ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.